കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. സമ്മേളനത്തിന് മുന്നോടിയായുള്ള പൊതുസമ്മേളനം കരുനാഗപ്പള്ളി എംഎൽഎ CR മഹേഷ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനം ഇന്ന് വൈകിട്ട് സമാപിക്കും. KIP കനാൽ ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് COA കൊല്ലം ജില്ലാ സമ്മേളനത്തിന് തുടക്കമായത്. തുടർന്ന് നടന്ന പൊതുസമ്മേളനം കരുനാഗപ്പള്ളി MLA CR മഹേഷ് ഉദ്ഘാടനം ചെയ്തു. വിപ്ലവത്തിന്റെ മണ്ണാണ്. നീണ്ട വൈദേശിക ആധിപത്യത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ പോരാട്ടം നടത്തിയ വിപ്ലവ ഓർമ്മകൾ ഒരുപാട് തിളച്ചു മറിയുന്ന മണ്ണിൽ തന്നെ ഈ ജില്ലാ സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടതും വലിയ സമര പ്രഖ്യാപനം നടത്തി മണ്ണിൽ തന്നെ നിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഒരു പോരാട്ട പ്രഖ്യാപനം നടത്തുന്നതും എന്തുകൊണ്ടും അഭിമാനകരമാണ്. അത് കാലത്തിന്റെ ചുവരെഴുത്ത് വായിച്ചറിഞ്ഞുകൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള നിങ്ങളുടെ പോരാട്ടത്തിന് ഊർജം പകരുന്ന ഒരു ജില്ലാ സമ്മേളനമായി ഈ ജില്ലാ സമ്മേളനം മാറട്ടെ. ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന സംസ്ഥാന സമ്മേളനമായി മാറട്ടെ എന്ന് സൂചിപ്പിച്ചു. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അഭ്യസ്തരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നതിനും ഒരുപാട് ആനുകൂല്യങ്ങളാണ് ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാലോ, മുൻകാലങ്ങളിലെ പോലെയല്ല അന്ന്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി വരുന്ന ഇന്ത്യയിലെയും ഇന്ത്യക്ക് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റേഴ്സിന് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ടും അതുപോലെ തന്നെ നൂലാമാലകൾ ഒഴിവാക്കി കൊടുത്തുകൊണ്ടും അവരൊക്കെ സ്വാഗതം ചെയ്ത് ഇവിടെ കൊണ്ടുവരികയാണ്. കാരണം കേരളത്തിന്റെ വികസനത്തിന് ഇവിടെ ചെറുകിട വ്യവസായങ്ങള് അനിവാര്യമാണ് എന്ന ഗവൺമെന്റിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. COA ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷനായി. COA ജില്ലാ ജനറൽ സെക്രട്ടറി നൌഷാദ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ട്രഷറർ ബിനു ശിവദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ VS, COA സംസ്ഥാന കമ്മിറ്റി അംഗം സാജൻ S, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സുരേഷ് കലയം, അനിൽ മണിമന്ദിരം, മുരളീകൃഷ്ണൻ, ജില്ലാ ട്രഷറർ മുരളീധരൻ പിള്ള, സംഘാടക സമിതി ജനറൽ കൺവീനർ വിനോദ് കുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി കഴിഞ്ഞ ഒരു മാസക്കാലയളവിൽ മെഡിക്കൽ ക്യാമ്പ്, രക്തദാന ക്യാമ്പ്, വിവിധ കലാമത്സരങ്ങൾ തുടങ്ങിയവയും നടന്നുവരികയായിരുന്നു. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.